സൂപ്പർ അനന്തരവൻ. ഞാനും മാമനും കൂടിയുള്ള കുറെ സാഹസികത. സാഹസിക എടാ സാഹസിക യാത്രകൾ. അത് ആ യാത്രകളെല്ലാം ഈ മാസം ഷോർട്സിൽ കണ്ടില്ലേ? അതിൽ കിടിലം വീഡിയോസ് ഒക്കെ കൂട്ടിച്ചേർത്ത് ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുക. ലുട്ടാപ്പി കഥകൾ. എന്നെ കുന്തം ഓടിക്കാൻ പഠിപ്പിച്ചത് മാമനാണ്. എന്നെ മാമൻ കുന്തം ഓടിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെ ആവട്ടെ ആദ്യമല്ലേ. അതിന് നിനക്കെപ്പോഴും ഓടിക്കാൻ അറിയില്ലല്ലോ. ഞാൻ സൂപ്പർ ഓടിക്കില്ല. ഞാൻ പുറകിലിരുന്ന സ്റ്റിയറിംഗ് പിടിക്കും, അത്ര തന്നെ. നീ ഇപ്പൊ മര്യാദക്ക് ഓടിച്ചേ. അടിപൊളിയാ. കുന്തമ്മ കുന്തമല്ലേ ഓടിക്കുന്നേ. എന്ന് ഇനി താമസിക്കണ്ടേ, നമുക്ക് സാഹസികതകൾ കാണാം. ആദ്യം നിന്നെ കുന്തം ഓടിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെയാകട്ടെ. ലുട്ടാപ്പിയുടെ കുഞ്ഞു അനന്തരവനാണ് ടുപ്പാലു. ഒരു ദിവസം കുഞ്ഞു ടുപ്പാലു ലുട്ടാപ്പിയോട് ചോദിച്ചു, മാമ എന്നെ കുന്തം ഓടിക്കാൻ പഠിപ്പിക്കുവോ? പ്ലീസ് മാമ, എപ്പോഴും മാമൻ തന്നെ ഓടിച്ചാൽ മടുത്തു പോവില്ലേ? മാർക്കറ്റിൽ മീൻ വാങ്ങാനൊക്കെ ഞാൻ ഓടിച്ചു പോകാം മാമ. ഇതൊക്കെ വലിയ പണിയാണ് ചെറുക്ക. ഏതായാലും നീ ചോദിച്ചതല്ലേ, മുന്നിലിരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചു ഒരു വട്ടം. മെല്ലെ എടുക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ. തുടക്കത്തിലെ കൈവിട്ടോടിക്കുന്നോ? മുന്നോട്ടോടിക്കടാ. ഈ ചെറുക്കൻ എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് മാറ്റുന്നത്. ഇതൊന്നും എനിക്ക് പോലും അറിയില്ലെന്നോ. ഒരിക്കൽ ഞാനും മാമനും പട്ടണത്തിൽ പോയത് വേഷപ്രാചീനമായാണ്. വേഷപ്രാചീനമല്ലടാ, വേഷപ്രച്ഛന്നം. അത് തന്നെ. എല്ലാരെയും ഞങ്ങൾ പറ്റിച്ചു. ആളുകൾ ഓർത്തു ഇത് ഞങ്ങളല്ല എന്ന്. അത് കാണാൻ നമുക്കിനി. നീ ടൗണിൽ പോയി ഇന്ദുപ്പ് മേടിക്കണം, ഇതിലിടാൻ. എങ്ങനെ പോകും? രാവിലെ മുതൽ കുന്തം കാണാനില്ല. എന്നാ നടന്നു പോണം. നടന്നു പോയാൽ മനുഷ്യർ നമ്മുടെ കൊമ്പ് കണ്ട് പേടിക്കും. പോയേ പറ്റൂ. മാമ, വഴിയുണ്ട്. നമുക്ക് വേഷപ്രച്ഛമാനമാണ്. വേഷം മാറി പോവാം. അത് കൊള്ളാം. ഈ പുതപ്പും ചട്ടിയും മതി. ഇടയ്ക്ക് നിനക്കിച്ചിരി ബുദ്ധി വരും ചെറുക്ക. ഒരു ഓട്ടോ പിടിക്കാം. ടൗണിൽ ഓട്ടോ വിട്ടോ. ഇതിനെ പുതപ്പൊക്കെ പനിയാണോ? ഞങ്ങൾ വേഷപ്രച്ഛമാണ്. അല്ലല്ല, അതൊന്നുമല്ല. ഇത് ഞങ്ങളല്ല ചേട്ടാ. വണ്ടിക്ക് സ്പീഡില്ല. ഇനി വേണോ സ്പീഡ്? കത്തിച്ചു വിടാൻ പറ്റുമോ? ഇപ്പൊ കാണിച്ചു തരാൻ മോനെ ഇതിന്റെ സ്പീഡ്. പറക്കണം. പുതപ്പൊക്കെ പോയോ? എനിക്കെല്ലാം പിടികിട്ടി. നിങ്ങൾ നാടകം കളിക്കാൻ പോകണല്ലേ? ലുട്ടാപ്പിയ പോലൊക്കെ വേഷം കിട്ടിയോ. പക്ഷെ മേക്കപ്പ് പെർഫെക്റ്റ് അല്ലടാ പിള്ളേരെ. കൊമ്പിനൊന്നും ഒരു റിയലിസം ഇല്ല. മേക്കപ്പ് ആണെന്ന് കണ്ടാലറിയോ. ഒരിക്കലേ ടുപ്പാലോ സ്ലൈഡിൽ നിരങ്ങി കളിക്കണമെന്നും പറഞ്ഞു വന്നു. കാട്ടില് എവിടെയാ ഇപ്പൊ സ്ലൈഡ്? ഇവനാണ് ഒരേ വാശി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് കണ്ടോളൂ. എനിക്ക് സ്ലൈഡിൽ കളിക്കണം. കാട്ടിലെവിടാ ചെറുക്ക സ്ലൈഡ്? എനിക്ക് സ്ലൈഡിൽ കേറുവാ മാമ. മാമനെ കൊണ്ട് പറ്റുമോ? അത് പറ. ഷേടാ, ചെറുക്കൻ ചൊറയാണല്ലോ. വാ, ഒരു വഴിയുണ്ട്. കാട്ടിലുണ്ട് ഒരു സ്ലൈഡ്. ഇതാടാ ചെറുക്ക കാട്ടിലെ സ്ലൈഡ്. വാ, മോളി വിടാ. അടിപൊളി മാമ. എടാ, സൂക്ഷിച്ചു കളി, വീണ് നടുവടിയും. ഈ ചെറുക്കൻ ഇന്ന് എന്തേലും ഒപ്പിക്കുമല്ലോ. മാമനാ മാമ, മാമൻ. വല്ലതും പറ്റിയോ മാമ? വാഴപ്പഴം കണ്ടാൽ മാമന് കൊതി കേറി ബുദ്ധി ഇറങ്ങിപ്പോകും. മാമന്റെ പഴക്കൊതി കാരണം പെട്ടുപോയ കഥ കാണാമിനി. മാമ നോക്ക്, കണ്ടോ? കണ്ടടാ, കണ്ടു. അങ്ങോട്ട് പോട്ടെ കുന്തം. അയ്യാ, നല്ല സൊനമ്പൻ പയം. പക്ഷെ ആ കടിയം പട്ടി അവിടെ ഉണ്ട്. ആഹാ, എന്നാ ഒരു മഞ്ഞ പഴമാ. അവൻ അറിയാതെ ഇങ്ങോട്ട് മാറി ലാൻഡ് ചെയ്യാം മാമ. നല്ല ഉറക്കത്തിലാ മാമ കടിയൻ. ഇവൻ ഉണരാത്ത കാര്യം നടത്തണം. ഉണർന്ന കടിക്കും.
നിശബ്ദത ഭഞ്ചിക്കണ്ട. ബെഞ്ചോ എവിടെ മാമാ ബെഞ്ച്? കുന്തം അങ്ങോട്ട് നീട്ടിപ്പിടിക്കാം. നീ ചാടി കയറണം. ഓക്കേ മാമാ, ഞാൻ റെഡി. ഹയ്യാ ഹയ്യാ ഹേയ്. കുറച്ചുകൂടി നീട്ടിപ്പിടി മാമാ. ഈ ഐ അയ്യോ അയ്യോ. പണ്ട് കഴിച്ചു വല്ല വരുന്നേ. ഹയ്യാ ഹയ്യാ ഹേയ്. നോക്ക് മാമാ. അയ്യാ പഴം. ലുട്ടാപ്പി കഥകൾ. ഞങ്ങളുടെ സാഹസികതകൾ ഇനിയും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.